Good afternoon. Good afternoon, Miss. Good Good afternoon, Miss. afternoon, Miss. Good afternoon all. Prayer ആരാണ്? Good afternoon, Miss. Prayer ആരാണ്? ഞാനാ മാം. പറഞ്ഞോടാ. ഓക്കെ. Good afternoon. എങ്ങും എങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂവണിമേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എന്നോടെ കയ്യിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. കഴിഞ്ഞു മിസ്. Signing. Signing ആരാണ്? ഹലോ മിസ്, ശ്രീദേവിയാണ്. Okay, ഇടാം. Good afternoon, Miss, and good afternoon, friends. Previous class discussed about the first aid box, include the things in the first aid box and the duties of the first aid unit. Also, ma'am given activity making a first aid box. Thank you for your care and support, all of us, and really enjoy the class. Thank you. Okay. Thought of the day. Good afternoon, ma'am. Good afternoon, friends. I am Reshmi. Today's thought. You won't be able to always control your child, but with a relationship with trust and connection, you will be able to influence them for years beyond childhood. Focus on connection and influence instead of power and control. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കുട്ടികളെ നിയന്ത്രിക്കാൻ കഴിയില്ല, എന്നാൽ വിശ്വാസവും സ്നേഹവും ഉള്ള ഒരു ആത്മബന്ധത്തിലൂടെ കുട്ടിക്കാലം കഴിഞ്ഞും വർഷങ്ങളോളം അവരെ സ്വാധീനിക്കാൻ കഴിയും. അധികാരത്തിലും നിയന്ത്രണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ആത്മബന്ധത്തിലും സ്വാധീനത്തിലും ശ്രദ്ധ ചെലുത്തുക. താങ്ക് യു ഓൾ. നല്ലൊരു തോട്ട് ആയിരുന്നു കേട്ടോ. താങ്ക് യു മിസ്. ഓക്കെ. നമ്മൾ ഇന്ന് എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ ഞാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്? ഹലോ മിസ്സേ. പറഞ്ഞോടാ. മിസ്സേ, ഞാൻ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ റെഡി ആക്കി വെച്ചു. അപ്പോൾ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ട് ഇന്ന് കാണിക്കാൻ പറ്റുമല്ലോ കേട്ടോ മിസ്സേ? നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം കേട്ടോ. ആരൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവര്? അഞ്ചു മിസ്സേ. അഞ്ചു. എല്ലാവരും പേര് അയക്കോ? ഫസ്റ്റ് ഞാൻ അഞ്ചുനെ പിൻ ചെയ്യാണ്. ബാക്കിയുള്ളവരും പേര് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. മിസ്സേ ഇപ്പൊ കാണിക്കണോ? ഹലോ. ആടാ, നമുക്ക് പ്രസന്റ് ചെയ്തോ. ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഞാനൊന്നും പറയാത്തോണ്ട് ഞാൻ വിചാരിച്ചു. ഞാൻ പിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടാ. ഓക്കെ, പേരൊന്ന് അയക്കാം എല്ലാവരും. ബാക്കിയുള്ളവര് പേര് ഒന്ന് അയക്കാം. ബോക്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവര് ബാക്കിയുള്ളവര് പേര് അയക്കാം കേട്ടോ. അഞ്ചു പ്രസന്റ് ചെയ്തോടാ. ഓക്കെ മിസ്സിന്റെ വീഡിയോ ഓൺ ആവുന്നില്ല. എങ്ങനെയാ മിസ്സേ വീഡിയോ വരുന്നത്?
എന്നെ കാണുന്നതിന്റെ ബാക്കിയാണ്. എന്തോ ആയിപ്പോയി. അഞ്ചു ഓക്കേടാ ഫസ്റ്റ് ബോക്സ്. ബാക്ക് ക്യാമറ കാണിക്കാൻ പറ്റുന്നില്ല. ഓക്കെ കോട്ടൺ പറയണ ഓരോന്നോ? ആടാ ഓരോന്നും ഞങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഓരോന്നായി ഇമേജ് എടുത്ത് കാണിച്ച് പറയുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. ഇത് കലാമി. ഡീറ്റെയിൽസ് എടുത്തിട്ട് ഇത് കലാമി. എന്തിനാ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞോ? കലാമിനത് നമുക്ക് സ്കിന്നിനൊക്കെ എന്തെങ്കിലും അലർജി വന്നാൽ ഉപയോഗിക്കാം. ചൊറിച്ചിലൊക്കെ വരുന്നതിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇത് ചുമയ്ക്കുള്ള മരുന്ന്. ഓക്കേടാ പറഞ്ഞു. പിന്നെ ഇത് ക്രീമും മുഖത്തൊക്കെ വളർച്ച വരുമ്പോൾ ഉണങ്ങുന്നതിന് ചുണ്ടിലൊക്കെ തേക്കുന്നത്. പിന്നെ ഇത് ബെറ്റാഡിയ, മുറിവൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇത് കോട്ടണ്. ഇത് വേദന വരുന്നതിന് തേക്കാൻ വേണ്ടിയിട്ട്. ഇത് മുറിവൊക്കെ ഉണ്ടായാൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെറ്റോള്. ഇത് ചുമയ്ക്കുള്ള കുട്ടിക്കുള്ള മരുന്ന്. ഇത് കുട്ടിയുടെ നോസ് ക്ലീൻ ചെയ്യാനുള്ള. ഇത് മെഡിസിന് പാരസിറ്റാമോള് പനിക്ക്. ഇത് അലർജിക്കും ചുമയ്ക്കും വേണ്ടിയിട്ടുള്ള. ഇത് തലവേദനയ്ക്ക്. പിന്നെ ഇത് മേലൊക്കെ ചൊറിഞ്ഞ് പൊന്തിയിട്ടുണ്ടെങ്കിൽ തേക്കാനുള്ള ക്രീം. ഇത് കാല് വിണ്ട് കീറിയ തേക്കാനുള്ളത്. തലവേദനയ്ക്കുള്ള ബാം. ഇത് മൂക്കിലും ഇയറിലും മൂക്കിലും ഉപയോഗിക്കാൻ വേണ്ടി. ആ കണ്ണിന് വേദനയോ ചെവി വേദനയൊക്കെ ഉണ്ടായാൽ കുട്ടികൾക്ക് ഉപയോഗിക്കണം. പിന്നെ ഇത് തലവേദനയ്ക്കുള്ള വിക്സിന്. ഇത് കുട്ടിയുടെ മൂക്കിൽ ഒറ്റിക്കാനുള്ളത്. മൂക്കടച്ചിട്ടുണ്ടെങ്കിൽ. ഇത് മുറിവൊക്കെ ഉണ്ടാകാൻ ഒട്ടിക്കാനുള്ള ബാൻഡേജ്. പിന്നെ ഇത് കാല് വിണ്ട് കീറുന്നതിനുള്ള സൈഡ്. ഇത് തലവേദനയ്ക്ക് തന്നെയുള്ള. ഇത് കാലൊക്കെ വരൾച്ച ഉണ്ടാകുന്നതിനുള്ള ക്രീം. ഇത് തലവേദനയ്ക്കുള്ളത്. തുളസിയുടെ ബാം. എടാ കാണാൻ പറ്റുന്നില്ലടാ ആണോ? ക്യാമറ ബാക്ക് ക്യാമറ ഓണാക്കാൻ എനിക്ക് അറിയുന്നില്ല. നമ്മൾ ഒരു കാര്യം ചെയ്തു, ക്യാമറ തിരിച്ചിങ്ങനെ വെച്ചിട്ട് എല്ലാ മെറ്റീരിയൽസും കാണിച്ചു. കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ ഇത്രയും ഐറ്റംസ് ഉണ്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ അല്ലെ? പാരസ്റ്റമോള്. ഓക്കേടാ. ഡെറ്റോള്. ഓക്കേടാ. ഓക്കെ താങ്ക് യു. ഓക്കേടാ. അതൊന്നും കാണാൻ പറ്റുന്നില്ല. ഇമേജസ് ഓരോന്നും എടുത്ത് പറയണത് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കേടാ.
എനിക്ക് ബാക്ക് ക്യാമറ ഓൺ ആക്കാൻ അറിയണില്ല. എന്തോരം നോക്കിയിട്ട് ഓൺ ആക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചില്ലേ ഫ്രണ്ട്സിനോട് ചോദിച്ചു പറയണമെന്ന് പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആയിക്കോട്ടെ, അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിച്ചോളാം. മോൻ വരുമ്പോ ചോദിച്ചു നോക്കിക്കോളാം. മോൻ ഇപ്പൊ ഇവിടെ ഇല്ല. ഓക്കെ മിസ്സേ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. നന്നായിരുന്നു കേട്ടോ. കുറെ മെറ്റീരിയൽസ് എനിക്ക് കണ്ടു. ഫസ്റ്റ് ബോക്സിൽ കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നന്നായിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. സീന, മാം എൻ്റെ പേര് സീന, ജിസ്ന. ഹലോ മാം. ഞാൻ മാം ഓർഡറിൽ മോനെ ഞാൻ ഓർഡറിൽ നിൽക്കണ. അതല്ല മാം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മാം പറഞ്ഞോടാ. എനിക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നു. അമ്മയ്ക്ക് വയറുവേദന വന്നിട്ട് ഓവറിക്കകത്തൊരു വലിയ സിസ്റ്റം ഉണ്ട്. അപ്പൊ അതൊരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നിൽക്കുന്നു ഞാൻ SAT-യിൽ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ തൊട്ടടുത്ത ക്ലാസ്സിലെങ്ങാനും ചെയ്താൽ മതിയോ? അപ്പൊ അത് മതിയാണ്. MRIക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നു. അപ്പൊ അതിന്റെ ബ്രീഫ് സ്റ്റഡി വേണമെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ. ഫസ്റ്റ് എയ്ഡ് ബോക്സ് പ്രിപ്പയർ ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി മോനെ. എനിക്ക് ക്ലാസ്സിൽ കയറുമ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കയറുമ്പോ. അതാ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല മാം. ഞാൻ എപ്പോഴെങ്കിലും കാണിക്കാം. അതിന്റെ ഇതറിയില്ല എന്താണെന്ന്. എന്റെ ഗ്രോത്ത് അറിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. ഓക്കെ, ഓക്കെ മാം, താങ്ക് യു. സീന, സീന ജോസ്. യെസ് മിസ്, ഒരു കാണിക്കാവേ. വൺ മിനിറ്റ് മിസ്, ഇപ്പൊ എടുക്കാവേ. ഓക്കെ, ഐ ഗോട്ട് aloe vera gel and aloe vera gel, then Dettol, the Cetaphil for dry skin, then bandage, the crochet cloth plus cotton for wounds. Then comes Dettol, then come paracetamol syrup for children, then ointment for wound, then scissors, then 2-3 safety pins, then lactocalamine for in a black rash ഉണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത മതി. It becomes clean and neat. That's all, miss. ഓക്കേടാ, Okay. നന്നായിരുന്നു കേട്ടോ. Okay, thank you, ma'am. അടുത്തത് രമ്യ തോമസ്. രമ്യ, യെസ് മാഡം. ചെയ്യാൻ പ്രസന്റ് ചെയ്തോ. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ക്യാമറ ഓൺ ചെയ്തോ? അതിപ്പോ എന്റെ അല്ലേ കാണുന്നത്. ബാക്ക് ക്യാമറ ഓൺ ആക്കാൻ പറ്റുന്നില്ല. ടോപ്പിലെ മുകളിലായിട്ടൊരു ആരോ മാർക്ക് ഉണ്ടാവേ. മുകളില് മെസ്സേജ് ഒക്കെ വരുന്ന സ്ഥലത്തായിട്ട് നോക്കി ക്യാമറ ഓൺ ചെയ്തിട്ട് വെള്ള ആരോ മാർക്ക്. ഇപ്പൊ കണ്ടോ? കാണാം. ആ, ഇത് ഓരോന്ന് പുറത്തെടുത്ത് കാണിച്ചാ പോരെ? ഇത് കലാമിൻ ഈ ചൊറിച്ചിലിനൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ കഫ് സിറപ്പ് ചുമയുടെ, ജലദോഷത്തിന്റെ കഫ് സിറപ്പ്, പിന്നെ പാരാഫിൻ എന്ന് പറഞ്ഞ IP. എൻ്റെ കുഞ്ഞിന് പുറത്ത് ചൊറിച്ചിലുണ്ട്, അപ്പൊ അതിന് തേക്കുന്ന ഒരു ഓയിലാണ്. പിന്നെ വിക്സ്, പിന്നെ മൂവ് ഈ വേദനയ്ക്കൊക്കെ തേക്കുന്നത്. പിന്നെ ഗുളിക പാരസെറ്റമോള്, പിന്നെ ജലദോഷത്തിന്റെ ഗുളിക ഇത്,
പിന്നെ കത്രിക ഉണ്ട്. പിന്നെ ചൊറിച്ചിലിന് തേക്കുന്ന ഒരു ഓയിൽമെന്റ് ഉണ്ട്. പിന്നെ ഒഡോമോസ് എന്ന് പറഞ്ഞ ഒരു ഓയിൽമെന്റ്, കൊതുകടി ഒന്നും എടുക്കാതിരിക്കാൻ വേണ്ടി തേക്കുന്നത്. പിന്നെ ജലദോഷത്തിന് വിക്സ്, പിന്നെ ഈ പല്ലുവേദനയൊക്കെ വരുമ്പോഴത്തേക്കിന് തൈലം. ഇത്രയൊക്കെ ഉള്ളൂ ഏകദേശം. ഓക്കെ. ഓക്കെടാ. നെക്സ്റ്റ് ആരാണ്? എന്നീ പറഞ്ഞു. സഞ്ജന. സജ്ന. സജ്ന. ഓക്കെ, പിൻ ചെയ്യാം കേട്ടോ. ഇതാണേ, കുറച്ചേ ഉള്ളൂ. ഇത് വാസലിൻ, പിന്നെ സാലീന ഡ്രോപ്സ്, നമ്മള് കുഞ്ഞുങ്ങൾക്ക് മൂക്ക് തുറക്കാനൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് ടെമ്പറേച്ചർ നോക്കാൻ, പനി. വാമോള്, പനിക്കുള്ള. ഇച്ച് ഗാർഡ്, ചൊറിച്ചിൽ അങ്ങനെ. പിന്നെ വിക്സ്, ക്ലിയർ ബാഗ്സ്, എന്തെങ്കിലും ഫോറിൻ ബോഡി എന്തെങ്കിലും പോകുമ്പം ഇതൊരു ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ അസ്താലിൻ, ചുമയ്ക്കുള്ള. പിന്നെ അലറിഡ്, തുമ്മല്, ജലദോഷം എല്ലാത്തിനും. പിന്നെ അരിസ്റ്റോസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോണിക്, ഇത് ഡൈജഷൻ ഒക്കെ ക്ലിയർ ആയിട്ട് നടക്കും. ഇത് ഒരു ഡോപ്പ് കഴിച്ചു. ഇത് നെബുലൈസർ അല്ല, സ്റ്റീം പിടിക്കുന്നത്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജലദോഷം അതിനൊക്കെ ഉപയോഗിക്കാം. ഇതല്ലാതെ നമുക്ക് ഫേസ് മാസ്ക് ആയിട്ട് ഫേസ് ക്ലിയർ ആക്കാനായിട്ട് അങ്ങനെയും ചെയ്യാം, ഫേഷ്യൽ പോലെ. BP അപ്പാരറ്റസ്, പ്രഷർ, ഷുഗർ ഒക്കെ നോക്കാം. അതുപോലെ പൾസ് റേറ്റ് നോക്കാം. കറണ്ട് പോയി. പിന്നെ മൗത്ത് വാഷ്. ഇത്രയേ ഉള്ളൂ. ഓക്കേടാ, നന്നായിരുന്നു കേട്ടാ. താങ്ക് യു. ആര്യ. ആര്യ. പറയട്ടെ മാം. ഓക്കെ, പിൻ ചെയ്തേടാ. പ്രസന്റ് ചെയ്തോട്ടാ. ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നില്ലേ? റൊട്ടേഷൻ. ആര്യ. വാങ്ങിയതാണ് കേട്ടോ. എൻ്റെ കയ്യില് സാധനങ്ങളൊന്നും ഇല്ല. ഞാൻ വാങ്ങിക്കണമെന്ന് കരുതിയിരുന്നപ്പോഴാണ് അമ്മയും പറഞ്ഞേ. കേക്കാവോ പറയുന്നേ? ആര്യ, റേഞ്ച് ഇഷ്യൂ ഉണ്ടാടാ. ഹലോ മാം, പറയുന്ന കേക്കാവോ? പ്രസന്റ് ചെയ്തോടാ. കേക്കാവോ മാം പറയുന്നത്? എനിക്ക് റേഞ്ച് ഇഷ്യൂ ഉണ്ട് ചെറുതായിട്ട്. കാണാൻ പറ്റുന്നില്ല കേട്ടാ. കാണാവോ? കാണാടാ. ഞാൻ എന്റെ കയ്യിലില്ല. ഞാൻ പുറത്തുനിന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. കേക്കാവോ? ആടാ. ഇതില് ആക്ഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതായോണ്ടായിരിക്കാം. ഒരു പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാൻഡേഡ് ഉണ്ട്. പിന്നെ വേറൊരു കോട്ടൺ ഉണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു ഓയിൽമെന്റ്, അയഡിന്റെ ഒരു ഓയിൽമെന്റും ഉണ്ട്. നമുക്ക് പൊള്ളലൊക്കെ വരുമ്പോൾ പെട്ടാനായിട്ടുള്ള ഒരു ഓയിൽമെന്റ് ഉണ്ട്. പിന്നെ സീസർ ഉണ്ട് അതിനകത്ത്. ഇത്രയൊക്കെ ഉള്ളൂ മാം.
ഓക്കേടാ. നവമി Yes, ma'am. പ്രസന്റ് ചെയ്തോട്ടാടാ. ഇതാണ് ബോക്സ്. ഇതിനകത്തുള്ളത് ഒന്ന് തെർമോമീറ്റർ ആണ് പനി നോക്കാൻ. പിന്നെ കോട്ടൺ ഉണ്ട്. പിന്നെ ഇത് കലാമിൻ ലോഷൻ, നമുക്ക് എന്തെങ്കിലും അലർജീസോ അല്ലെങ്കിൽ ഇച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ളത്. പിന്നെ ഇത് കുട്ടികളുടെ കഫ് സിറപ്പാണ്. പിന്നെ സലൈൻ വാട്ടർ ഉണ്ട്. പിന്നെ ഇത് പാരസെറ്റമോള്. പിന്നെ ഒരു സിസേഴ്സ്, സാനിറ്റൈസർ, പിന്നെ ഡെറ്റോൾ, വിക്സ്, ടേപ്പ് നമുക്ക് എന്താ ഒട്ടിക്കാറുണ്ട്. പിന്നെ ഇത് സെലൈൻ ബോക്സ് ആണ് മൂക്കിലേക്ക്. ഇത് വയറുവേദനയ്ക്ക്. ഡിക്ലോഫെനാക് ഈ പെയിൻ ബാം ആണ്. പിന്നെ ഇത് സാലിക്യൂർ, ഇത് അലർജി ഉള്ളവർക്ക്, സ്കിന്നിൽ എന്തെങ്കിലും അലർജി ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചാനുള്ളത്. പിന്നെ ഇത് സിൽവറെക്സ്, പൊള്ളിക്കഴിഞ്ഞ ഉപയോഗിക്കുന്ന ഒരു ഓയിൽമെന്റ് ആണ്. ഇത്രയൊക്കെ ഉള്ളൂ. നന്നായിരുന്നു ഇവിടെ. കാരണം എന്താ തെർമോമീറ്റർ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടല്ലോ. അത് പെട്ടെന്ന് അത് ടെമ്പറേച്ചർ ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഹെൽപ്പ് ചെയ്യും. എന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സിലുള്ള മിക്ക മെറ്റീരിയൽസും ഉണ്ട്. സൈക്ലോബാം വേദനയ്ക്ക് വേണ്ടതാണ്. ഇതും അതിലുണ്ട്. ഓക്കേടാ. എപ്പോഴും ആവശ്യമുണ്ട് ഇവിടെ. ഓക്കെ. ആതിര. ഓക്കെ മാം. പിൻ ചെയ്യാൻ കേട്ടോ. കാണുന്നുണ്ടോ മാം? ഇല്ലടാ, ക്യാമറ ഓൺ ചെയ്യും. ക്യാമറ ഓൺ ആയോ? ക്യാമറ അല്ലേ? ഇപ്പൊ ഓക്കേടാ. കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ മാം? കാണാടാ. പ്രസന്റ് ചെയ്തോടാ. ഇത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട്. സീസേഴ്സ്, ആദ്യം തന്നെ അത് കാണിക്കാം. കോട്ടൺ, ഇതൊരു ബാം, വേദനക്ക് വരുത്തുന്ന ബാം. ഇത് ടേപ്പ്, ഡെറ്റോള്, തലവേദനക്ക് വരുത്തുന്ന ബാം, ബാൻഡേജ്, പാരസെറ്റമോൾ, ഇൻഹീലർ, ഇത് ചെവിയിൽ ഒഴിക്കുന്ന മരുന്ന്, ഇത് മൂക്കിനൊഴിക്കുന്ന മരുന്ന്, ഇത് അലർജിക്ക് ഇടുന്ന ഒരു പൗഡർ. ഇത്രയേ ഉള്ളൂ മാം. ഓക്കേടാ. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു മാം. ലാസ്റ്റ് ആരാണ്? അനീഷ അൻവർ. അനീഷ അല്ലെ? ഓക്കെ. അനീഷ പിൻ ചെയ്യാട്ടാടാ. പ്രസന്റ് ചെയ്തോടാ. ഓക്കെ. പ്രസന്റ് ചെയ്തോ. ഫസ്റ്റ് തെർമോമീറ്റർ. ഓക്കെ.
ഫസ്റ്റ് സ്റ്റെറൈൽ ഫസ്റ്റ് എയ്ഡ് ഡ്രസ്സിങ് സ്റ്റെറൈൽ ചെയ്തിട്ടുള്ളതാണ് ഫസ്റ്റ് ഡ്രസ്സിങ്. പിന്നെ ഇത് ഫേസ് ഷീൽഡ് ആണ്. അതേപോലെ ഇത് ട്രയാങ്കുലർ കോട്ടൺ ബാൻഡ് ആണ്. സേഫ്റ്റി പിന്നെ ഉണ്ട്. പിന്നെ നമ്മളെ ബാൻഡേജ്, കുട്ടികൾ കഫ് സിറപ്പാണ്. പിന്നെ അത് പനിക്ക് കൊടുക്കുന്ന പാനഡോളാണ്. പിന്നെ അത് ക്ലെൻസിങ് വൈപ്പാണ്, സ്റ്റെറൈൽ ചെയ്തിട്ടുള്ള മുറിവൊക്കെ പറ്റുമ്പോൾ ക്ലീൻ ചെയ്യാനുള്ളത്. പിന്നെ വിക്സ്. താങ്ക് യു. അത്രേ ഉള്ളൂ. പിന്നെ ഫസ്റ്റ് എയ്ഡ് ബുക്കുണ്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാം നോക്കാനുള്ള എല്ലാ ബുക്കുണ്ട്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ആരാണ്? സൗമ്യ കേട്ടോ. സൗമ്യ, സൗമ്യ. സൗമ്യ ആളുണ്ടോ? കാണാമോ? ആ, ഞാൻ പിൻ ചെയ്യാട്ടോ. ഓക്കെ, പറഞ്ഞോ മാഡം. ഇതാണ് മാം തെർമോമീറ്റർ, ഓക്കെ, വെരി ഗുഡ്. കലാമിൻ ലോഷൻ, ഓക്കെ, ബാൻഡേജ്, സിസേഴ്സ്, പിന്നെ ചുമക്കുള്ള മരുന്ന്, ഓക്കേടാ. പിന്നെ കോട്ടൺ, സാനിറ്റൈസർ, പിന്നെ പാരസെറ്റമോൾ ടാബ്ലറ്റ്, പിന്നെ അമൃതാഞ്ജൻ, പിന്നെ നേസൽ ഡ്രോപ്പ്. ഓക്കെ, അത്രേ ഉള്ളൂ മാം. ഓക്കേടാ. അഞ്ചു. ഒരു മിനിറ്റ് കേട്ടോ മിസ്സേ, ക്യാമറ ഒന്ന് ഓൺ ആക്കട്ടെ കേട്ടാ. ഞാൻ ഒന്ന് എണീക്കണേ ഉള്ളൂ കട്ടലീന്ന്. എനിക്ക് റെസ്റ്റ് പറഞ്ഞേക്കണേ 4 ആഴ്ചയും കൂടി. മോന് വയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? അത് ജോയിൻ ആയിട്ടില്ല, എല്ല് ജോയിൻ ചെയ്തിട്ടില്ല. വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല അവിടെ. പിന്നെ ചതവ് നല്ലോണം ഉള്ളോണ്ട് എനിക്ക് നല്ലോണം റെസ്റ്റ് കിടന്നാലേ മാറുള്ളൂ എന്നാ പറയണേ. അപ്പൊ കുഴപ്പമില്ലടാ. ഇല്ല, ഞാൻ മോളെ കൊണ്ട് ഇപ്പൊ എന്റെ കയ്യിലുള്ള ഫസ്റ്റ് എയ്ഡ് ബോക്സിന്റെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കേടാ. ഇപ്പൊ ഓണാക്കാം മിസ്സേ. ഓഡിയോ ഓണല്ല. ഓക്കേടാ, കാണാട്ടാടാ. കാണാൻ പറ്റണല്ലോ മിസ്സേ? കാണാടാ. കാണാട്ടോ. ഓക്കെ, റെസ്റ്റ് എടുത്തു. എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാവർക്കും കാണാലോ. ഓക്കേടാ. ഓക്കെ മിസ്സേ, താങ്ക് യു. ഓക്കേടാ, താങ്ക് യു. റെസ്റ്റ് എടുത്തോട്ടെടാ. ഓക്കെ മിസ്സേ. ആൽറ്റി, അങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ. ജസ്റ്റിൻ, ആൽറ്റി. ആരാണ്? മോന്റെ പേര് എൽറ്റി. ഓക്കേടാ. കേക്കത്തില്ലേ? പറഞ്ഞോ, പ്രസന്റ് ചെയ്തോ. അലോവേറ ജെല്ല്, മ്യൂക്കലൈറ്റ്, പിള്ളേർക്ക് ചുമക്കൊക്കെ ഉള്ള മ്യൂക്കലൈറ്റ്, ഗ്ലൗസ്, കയ്യിടുന്ന ഗ്ലൗസ്, പിന്നെ ഇയർ ഡ്രോപ്സ്, സാനിറ്റൈസർ, ടൈഗർ ബാം, ഡെക്ടോൾ, വയറുവേദനയൊക്കെ വരുമ്പോ കുടിക്കുന്ന കാർമിസൈഡ്, പനിക്കുള്ള ഡോളോ,
ഗോസ് പീസ്, പഞ്ഞി, ബാൻഡേജ്, പിന്നെ കയ്യില് മുറിവൊക്കെ വരുമ്പോ കെട്ടുന്ന വലിയ ബാൻഡേജ്, വേദനയ്ക്കുള്ള മരുന്ന്. മാം ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ആരുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ORS ഉണ്ടായിരുന്നോ? ആരെങ്കിലും ഫസ്റ്റ് എയ്ഡിൽ ORS? എന്റെ വെച്ചിട്ടുണ്ടായിരുന്നു മാം, പക്ഷെ ബോക്സ് ഇപ്പൊ എന്റെ കയ്യിലില്ല, ഞാൻ എന്റെ വീട്ടിലാണ്. പ്രസന്റ് ചെയ്തോടെ പിൻ ചെയ്യാണ്ടാ. മോൻ പ്രസന്റ് ചെയ്യാന്നല്ലേ പറഞ്ഞത്? ക്യാമറ ഓൺ ചെയ്യും. കാണുന്നുണ്ടോ മിസ്? കാണാടാ. കോട്ടൺ, വേദനക്ക് വരുന്ന ജെല്ല്, ചൊറിച്ചിലിനൊക്കെ പുരട്ടുന്നത്. ഓക്കെ ഓക്കെ. ഇത് ബാൻഡേജ്, ഡെറ്റോള്, പിന്നെ ORS പൗഡർ. ഓക്കേടാ. കായം ടാബ്ലറ്റ്, മൾട്ടി വിറ്റാമിൻ, പാരസെറ്റമോൾ. ഓക്കെ, വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആണ്. ഓക്കേടാ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോ നമ്മള് ORSന്റെ പാക്കറ്റ് ഒന്നോ രണ്ടോ വാങ്ങിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. എപ്പോഴാണ് ORS ഉണ്ട് മാഡം, അത് കാണിക്കാൻ വിട്ടുപോയി. ഓക്കേടാ. ഫസ്റ്റ് എയ്ഡ് ബോക്സ് അല്ലെങ്കിൽ ORSന്റെ പാക്കറ്റ് എങ്ങനെ വന്നാലും ഒന്നോ മിക്ക ഫസ്റ്റ് എയ്ഡ് ബോക്സിലും കുട്ടികളെ പ്രസന്റ് ചെയ്യുമ്പോ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് ORSന്റെ പാക്കറ്റ്. ഞാൻ വിചാരിച്ചത് നിങ്ങളുടെ ഇല്ലാത്തതാണ് എങ്കിൽ നിങ്ങളോടത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയാൻ വേണ്ടിട്ട് നിന്നതാ. ഓക്കെ, എന്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് കുറെ സാധനങ്ങൾ കാണിക്കാൻ വിട്ടുപോയി മാഡയെ. അമ്പരപ്പിന്റെ ഇടയിൽ ഒന്നും കാണിക്കാൻ കഴിയുന്നില്ല. പ്രസന്റ് ചെയ്ത് നമ്മൾ ശീലമാകുമ്പോ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, പാരസെറ്റമോൾ അതൊക്കെ ഈ ഫസ്റ്റ് എയ്ഡിൽ വരുമോ? പാരസെറ്റമോൾ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഈ മെഡിസിൻസും തെർമോമീറ്ററും BP നോക്കുന്ന ഈ സാധനങ്ങളെല്ലാം എന്റെ ഉണ്ട്, പക്ഷെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ചല്ലോ, അതിൽ വേണമെങ്കിൽ ബാൻഡേഡും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളെ ആ ബോക്സിനകത്ത് വരത്തുള്ളൂ. ഞാൻ അങ്ങനെ വിചാരിച്ച, അതാണ് അത് മാത്രം കാണിച്ചത്. കുഴപ്പമില്ല, നമുക്ക് എന്തൊക്കെ വേണമെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് ഡെയിലി അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ നമുക്ക് യൂസിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് ഒക്കെ ഇൻക്ലൂഡ് ആക്കാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ ഫസ്റ്റ് എയ്ഡ് ബോക്സ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞപ്പോ M8 ഒരു കുട്ടിയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. M8 ഒരു കുട്ടി അവരുടെ ഹെർബൽ ഗാർഡൻ കാണിച്ചു തന്നു. ഹെർബൽ ഗാർഡൻ, ഇവിടെ നിന്നാണ് ഞങ്ങൾ ഹെർബൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ എന്താ പറയാ തുളസി, പനിക്കൂർക്ക, കറ്റാർവാഴ, അതൊക്കെ ഒരുപാടുള്ള ഹെർബൽ ഗാർഡൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതും കൂടി ഞങ്ങൾ ഫസ്റ്റ് എയ്ഡ് ബോക്സിനൊപ്പം ഈ ഒരു ഇതും കൂടി ഞങ്ങൾ ഫസ്റ്റ് എയ്ഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഹെർബൽ ഗാർഡൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ രീതിയിൽ അവരെന്താണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് കൊടുക്കുന്നത് അതനുസരിച്ച് നമുക്ക് ആഡ് ഓൺ ആക്കാനായിട്ട് പറ്റും കേട്ടോ. അതെ മാം, വീട്ടില് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഇപ്പൊ ചെറിയ കുട്ടികളില്ലതുകൊണ്ട് അവരതേ ഐറ്റംസ് അധികം അത് ഫസ്റ്റ് എയ്ഡിൽ ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടെന്ന് ചിന്തത്തിലേ ഇല്ലു. അധികമായിട്ട് നമ്മ ഹർബൻസ് തന്നെ വീട്ടിലുള്ളത് അതിനെടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് വിടും. അപ്പൊ ഫസ്റ്റ് എയ്ഡ് ആരും പ്രിപ്പയർ ഇപ്പൊ അത്ര ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിട്ടാ. ഇന്ന് അടുത്ത ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാമോ? ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ടൈം ഉണ്ടെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ്
കാണിക്കാം കേട്ടോ. അതില് കുഞ്ഞുങ്ങൾ ഇതെല്ലാം സാധനം ഉണ്ട്. നമ്മ ഇപ്പൊ ഈ ലിസ്റ്റിൽ ഇപ്പൊ PDF കാണിക്കുന്ന ലിസ്റ്റിന്റെ സാധനേ വൈവായിട്ടിടും. എന്റെ കുഞ്ഞു എപ്പോഴും ക്ലാസ് തുടങ്ങുമ്പോ കാണിക്കും. ഓക്കേടാ അങ്കിത, കുഴപ്പമില്ല. ഈ പനിക്കൂർക്ക അതുപോലെയുള്ള എല്ലാ മരുന്ന് ഏകദേശം വീട്ടിലുണ്ടാവും മാഡം. ഓക്കേടാ, അതല്ല അന്ന് ആ കുട്ടി അങ്ങനെ പ്രസന്റ് ചെയ്തപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം നമ്മളെല്ലാവരും വീട്ടിലുള്ളതാണ്, പക്ഷെ ഒരു ഐഡിയ ആണല്ലോ ഹെർബൽ ഗാർഡൻ ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഫസ്റ്റിന്റെ ഭാഗമായിട്ട് പറഞ്ഞപ്പോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ പറഞ്ഞോളൂ, നിങ്ങളത് ഹെർബൽ ഗാർഡൻ ഇല്ലാത്തവര് അങ്ങനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. അലവേറ ഒക്കെ നടുകയാണെങ്കിൽ അതൊക്കെ നല്ലതായിരിക്കും. ഓക്കെ, നമ്മൾ എവിടെ വരെ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്? Fainting, when is first aid necessary and how? പെയിന്റിങ് എക്സ്പ്ലെയിൻ ചെയ്തോ അല്ലെങ്കിൽ ജസ്റ്റ് പറഞ്ഞോളൂ? ഫെയിന്റിങ് പറഞ്ഞിട്ടുണ്ട്, ബ്ലീഡിംഗ് ഒക്കെ ഒന്ന് തുടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫെയിന്റിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ബോധക്ഷയം സംഭവിക്കാം അല്ലെ? അപ്പോൾ ചിലപ്പോൾ എനഫ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ട് ബ്ലഡ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്താതെ വരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നത്? ബോധക്ഷയം സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം 1-2 മിനിറ്റിനുള്ളിൽ എന്താവും? കോൺഷ്യസ് ആവും. പക്ഷേ നമ്മൾ ആ ഫെയിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തലകറക്കം വരുമ്പോ, പേജ് നമ്പർ 20 ഇടാം, 2021 തലകറങ്ങുമ്പോ സമയത്ത് നമ്മൾ എന്തെങ്കിലും എന്താ പറയാ, എന്തെങ്കിലും ഇഞ്ചുറീസോ പെയിനോ ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമ്മൾ ആ വീഴുന്ന സ്ഥലത്ത് ആ പ്രതലനുസരിച്ച് നമുക്ക് ബ്ലീഡിംഗ് ഒക്കെ ചിലപ്പോൾ സംഭവിക്കാനുള്ള ചാൻസ്, ചെന്ന് വീഴുമ്പോൾ അവിടെ ഇടിച്ച് ബ്ലീഡിംഗ് ഒക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആ സമയത്ത് നമ്മുടെ മുഖം എങ്ങനെയായിരിക്കും? വളരെ വെളുക്കും എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് വെള്ളം വെളുത്തിട്ടുണ്ടാവും. പിന്നെ സാധാരണ തലകറക്കം വന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയണത് കണ്ണിൽ എന്തോ ഇരുട്ട് കയറുന്ന പോലെ തോന്നി, ഐസൈറ്റ് ബ്ലർ ആയിരിക്കുമോ, അങ്ങനെയൊക്കെ അവർ പറയാറുണ്ട്. അതേപോലെ ബ്രീത്തിങ്ങിന്റെ സ്പീഡ് കുറയും. ചില സമയത്ത് തലകറക്കം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും, കോൺഷ്യസ് ആവും. ചില സമയത്ത് അൺകോൺഷ്യസ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്തെങ്കിലും കുറച്ച് വെള്ളം തെളിക്കുക, അപ്പൊ ആള് കുഴപ്പമില്ലാണ്ട് വരും. ഫ്രഷ് വാട്ടർ കൊടുക്കുക. ഈ പേഷ്യന്റ് തലകറങ്ങി വീണു, പക്ഷെ എന്തില്ല, ബ്രീത്ത് ചെയ്യണില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക. ജസ്റ്റ് ബ്രീത്തും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും? CPR കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. ദെൻ ബ്ലീഡിംഗ് ആണെന്ന് വിചാരിക്കും. ബ്ലീഡിംഗ് എപ്പോഴാണ് സംഭവിക്കുന്നത്? നമ്മുടെ ആർട്ടറി വെയിൻ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഇഞ്ചുറീസ് വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബ്ലീഡിംഗ് വരുന്നത്. നമ്മൾ ബ്ലീഡിംഗ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെയാണ് മുറിവെങ്കിൽ ഈ സംഭവം ഇങ്ങനെ താത്തിയിട്ട് കഴിഞ്ഞാൽ ഇതിലൂടെ ബ്ലഡ് ഒരുപാട് ലോസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മൾ എന്ത് ചെയ്യാം? ഇത് മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക. അപ്പൊ കുറച്ച് ബ്ലഡ്, പെട്ടെന്ന് ബ്ലഡ് അധികം ലോസ് ആവില്ല. അപ്പൊ എവിടെ വേണമെങ്കിലും ഇഞ്ചുറീസ് വരാം കേട്ടോ. അപ്പം ഒറിജിനൽ പൊസിഷനിലെ the injured part should be above its original position. ഒറിജിനൽ പൊസിഷൻ കുറച്ച് ഉയർത്തിപ്പിടിക്കണം. നമ്മൾ സ്കിൻ നല്ല രീതിയിൽ റീഅഡ്ജസ്റ്റ് ചെയ്യുക. നല്ല കോൾഡ് വാട്ടർ യൂസ് ചെയ്ത് എന്ത് ചെയ്യുക? വാഷ് ചെയ്യുക. ഇനി അയഡിൻ അല്ലെങ്കിൽ ടിഞ്ചർ, നമ്മള് പെർറ്റാഡിൻ പോലത്തെ സംഭവങ്ങൾ പരത്തിയിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക? ബാൻഡേജ് ചെയ്യുക. ചെറിയ മുറിവൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ അത് ബാൻഡേജ് ചെയ്യാനായിട്ട് പറ്റും. വലിയ മുറിവാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതാണ്. ബ്ലീഡിങ് ഒട്ടും നിൽക്കുന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകണം. ചില സമയത്ത് ബ്ലീഡിങ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. എനിക്ക് തോന്നുന്നു ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിൽ ബ്ലീഡിങ് ഭയങ്കര കൂടുതലാണ്. ചെറിയൊരു മുറിവായിരിക്കും, പക്ഷെ ഒരുപാട് ബ്ലഡ് ലോസ് ആവും. ശ്രദ്ധിക്കാം. അപ്പൊ ബ്ലീഡിങ് ചില ആൾക്കാർ, ഞാൻ പറഞ്ഞോന്ന് അറിഞ്ഞൂടാ, ബ്ലഡ് കണ്ടാൽ ചിലവർ തലറങ്ങിയൊക്കെ വീഴും. അപ്പൊ അങ്ങനെയും അവർക്ക് ഇഞ്ചുറീസ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ചെറിയ മുറിവുകൾ ശ്രദ്ധിക്കണം. ഇനി മുറിവിലൂടെ വരുന്ന ഒരു അസുഖം അറിയാലോ, നമ്മുടെ കാലുമേക്ക ചെറിയ മുറിവുകളിലൂടെ ഒരു അസുഖം വരുമല്ലോ. ഏതായിരുന്നു അത്? ടെറ്റനസ്. അപ്പൊ നമ്മൾ കാലുമേ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയ മുറിവുണ്ടെങ്കിലും അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നല്ല രീതിയിൽ ബാൻഡേജ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ കവർ ചെയ്യുക. കുട്ടികളാണ്, ഇപ്പൊ നിങ്ങളെ വെക്കേഷൻ ടൈം ആണ്. അപ്പൊ എന്തായാലും പിള്ളേര് കളിക്കാനും പുറത്തൊക്കെ പോകും. അപ്പൊ കാലിന് എന്തെങ്കിലുമൊക്കെ മുറിവുണ്ടാകും, നല്ല രീതിയിൽ നോക്കുക. എന്നിട്ട് വേണം കുട്ടികളെ വിടാനായിട്ട്. ഇനി മുറിവുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ബാൻഡേജ് ഒക്കെ ചെയ്തിട്ട് അവരെന്ത് ചെയ്യുക? കളിക്കാനായിട്ട് അലോ ചെയ്യുക. ഓക്കെ, ബ്ലീഡിങ് ആരാ വായിക്കുന്നേ? ബ്ലീഡിങ് ഞാൻ വായിക്കാം മാഡം. ഓക്കെ, ആദ്യം വായിക്കട്ടോ. Bleeding. When there is some injury or cut in the capillary artery or vein, there will be bleeding. Treatment വായിക്കണം മാഡം. ആടാ വായിച്ചോ, റീഡ് ചെയ്തോ.
The injured Read part should be up above its original position. Skin should be readjusted and washed with cold water. Tincture or iodine should be applied and bandaged rightly. ഓക്കെ. ഇനി ബ്ലീഡിങ്ങിനെ കുറിച്ച് വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ, ക്ലിയർ ആയല്ലോ. നമുക്ക് എന്തെങ്കിലും മുറിവ് സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ഒറിജിനൽ പൊസിഷനിൽ കുറച്ചും കൂടി ഉയർത്തി വെക്കുക. അത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ ബാൻഡേജും എന്താ പറയാ ബറ്റാഡിനും ബാൻഡേജ് ഒക്കെ പറ്റി നല്ല രീതിയിൽ അത് കവർ ചെയ്ത് സൂക്ഷിക്കാം. ഓക്കെ. ഇനി അടുത്ത ഒരു ഫസ്റ്റ് എയ്ഡ് ആണ്, അല്ലെങ്കിൽ അടുത്തൊരു ആക്സിഡന്റ് ആണ് സ്നേക്ക് ബീറ്റിംഗ്. നമ്മൾ കാണുന്ന എല്ലാ പാമ്പുകളും വിഷമുള്ള പാമ്പാണോ? അല്ല. നമ്മൾ കാണുന്നതിൽ ഭൂരിഭാഗം പാമ്പുകളും വിഷമുള്ള പാമ്പല്ല. ഈ വിഷമുള്ള പാമ്പിന്റെ ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ വിഷമില്ലാത്ത പാമ്പ് കടിച്ചാലുള്ള ട്രീറ്റ്മെന്റും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ഏത് ടൈപ്പാണ് നമ്മൾ ബീറ്റ് ചെയ്ത പാമ്പ്, അല്ലെങ്കിൽ ഏത് സ്നേക്ക് ആണ് നമ്മൾ ബീറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ബീറ്റ് നോക്കാം. ഒരു മിനിറ്റ്. നോക്കാം കേട്ടോ, ഇമേജസ് ഉണ്ടായിരുന്നു, നോക്കട്ടെ. പോയിസണസ് സ്നേക്കിന്റെ ബീറ്റും നോൺ പോയിസണസ് സ്നേക്കിന്റെ ബീറ്റും കറക്റ്റ് ആയിട്ട് ഇമേജ് ഉണ്ട്. നോക്കി, ഇതില് പോയിസണസ് സ്നേക്കിന്റെ ബീറ്റ് ആണ്. രണ്ട് ദംശം ഉണ്ട്, രണ്ട് കല്ലുകള് ഭയങ്കരമായിട്ട് ഇങ്ങനെ വന്നിരിക്കണേ, അതാണ് പോയിസണസ് സ്നേക്ക്. ഇത് നോൺ പോയിസണസ് സ്നേക്ക് ആണ്. അതിന്റെ ബീറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എല്ലായിടത്തും ഓരോ രീതിയിലായിരിക്കും ആ ഒരു ഇത് വരുന്നത്. രണ്ട് ദംശം മാത്രം കൂടുതലാണെങ്കിൽ അതെന്താണ്? പോയിസണസ് സ്നേക്ക് ആണ്. നോക്കട്ടെ കേട്ടോ. കണ്ടോ, പോയിസണസ് സ്നേക്കും നോൺ പോയിസണസ് സ്നേക്കും. ശരിക്കും അതിന്റെ ഇമേജ് ഉണ്ടായിരുന്നു, നല്ലൊരു ഇമേജ് കണ്ടതിനെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക ഏത് ടൈപ്പ് സ്നേക്ക് ആണ് നമ്മൾ ബീറ്റ് ചെയ്തെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. 1 മിനിറ്റ് കാണുന്നില്ല കേട്ടോ മക്കളെ. ഓക്കെ, ഇത് നോക്കിക്കോ. ഓക്കെ അല്ലേ? നോൺ പോയിസണസ് സ്നേക്കും പോയിസണസ് സ്നേക്കും. അപ്പൊ നമ്മൾ ഏത് ടൈപ്പ് പാമ്പാണ് നമ്മൾ കടിച്ചത് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. കാരണം ഇപ്പോ ചില ആൾക്കാർക്ക് പാമ്പ് കടിയേറ്റെന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോ എന്താണ് ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് ചിലവര് എന്താ പറയാ പെട്ടെന്ന് അൺകോൺഷ്യസ് ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോ അത് എന്താണ് നോൺ പോയിസണസ് സ്നേക്ക് ആയിരിക്കും. അപ്പൊ ചിലപ്പോ പേടിച്ചിട്ട് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്ന് മരണം സംഭവിച്ചു. ഞാൻ ഒരു പ്രാവശ്യം പത്രത്തിൽ വായിച്ചാണ്, പാമ്പ് കടിയേറ്റ ആള് എന്താണ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരണം സംഭവിച്ചു. ഞാൻ വായിച്ചു വന്നപ്പോഴാണ് അതിലെ കാര്യം മനസ്സിലായത്. ആ തലക്കെട്ട് പോലെ തന്നെ കോമഡിയാണ്. ആളെ കടിച്ച പാമ്പ് എന്താണ്? നോൺ പോയിസണസ് സ്നേക്ക് ആയിരുന്നു. പക്ഷെ പേടിച്ചിട്ട് ആൾക്ക് പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് ഹാർട്ട് അറ്റാക്ക് വന്നതാണ്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കുക ഏത് ടൈപ്പ് സ്നേക്ക് ആണ് നമ്മൾ ബീറ്റ് ചെയ്തത്. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട്. അപ്പൊ ഏത് ടൈപ്പ് സ്നേക്ക് ആണ് നമ്മൾ ബീറ്റ് ചെയ്തത് മനസ്സിലാക്കണം. അപ്പൊ ഏതാണ് നോൺ പോയിസണസ് സ്നേക്കും ഏതാണ് പോയിസണസ് സ്നേക്കും എന്നൊക്കെ മനസ്സിലായല്ലോ. ഓക്കെ അല്ലേ? ഒരു പാമ്പ് കടി കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ബീറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മളിനെ ഐഡന്റിഫൈ ചെയ്യും ഏതാണ് പോയിസണസ് സ്നേക്കും ഏതാണ് നോൺ പോയിസണസ് സ്നേക്കും. നോൺ പോയിസണസ് സ്നേക്ക് ആണെങ്കിൽ ഇവിടെ എന്താ പറയാ ഹോസ്പിറ്റലിൽ പോവണ്ട എന്നല്ല, പോകണം. എന്നാലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടതായിട്ട് വരിക. നോക്കാം. നമ്മൾ കാണുന്ന ഭൂരിഭാഗം സ്നേക്കും എന്തല്ല നോൺ പോയിസണസ് അല്ല. പക്ഷെ അവരുടെ ബീറ്റ് ചിലപ്പോൾ നമ്മളെ പെട്ടെന്ന് ഒരു ഷോക്കിലേക്ക് കൊണ്ടുപോകും. സോ നമ്മൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് നമ്മൾ ആ ഒരു വ്യക്തിക്ക് പാമ്പ് കടി ഏറ്റ വ്യക്തിക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാൻഡേജ് പ്രോപ്പർലി നമ്മുടെ ആ ഒരു പാമ്പ് കടി ഏറ്റതിന് മുകളിലും താഴെയുമായിട്ട് ബാൻഡേജ് നല്ല രീതിയിൽ എന്ത് ചെയ്യുക? ടൈറ്റ്ലി ബാൻഡേജ് കെട്ടി വെക്കുക. പിന്നെ ഇവർ പറയുന്നുണ്ട് ഒരു ക്ലീൻ ആൻഡ് ഷാർപ്പ് നൈഫ് ഉപയോഗിച്ച് അവിടെയുള്ള പോയിസണസ് ബ്ലഡ് ഫ്ലോ ചെയ്യാനായിട്ട് അലൗ ചെയ്യാം. അതിനോട് എനിക്ക് താല്പര്യം ഇല്ല കേട്ടോ. അതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം ഇപ്പൊ നോൺ പോയിസണസ് സ്നേക്ക് ആണെങ്കിൽ അങ്ങനെ നമ്മൾ ബ്ലഡ് പുറത്തേക്ക് കളയുകയാണെങ്കിൽ, അങ്ങനെ വെറുതെ കളയുകയാണെങ്കിൽ നോൺ പോയിസണസ് സ്നേക്ക് ആണ് ബീറ്റ് ചെയ്തത്. അങ്ങനെ ആ ഒരു വ്യക്തിക്ക് ബ്ലഡ് നഷ്ടപ്പെട്ട് മരണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മളത് ശ്രദ്ധിക്കണം. ഏത് ടൈപ്പാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പാണ്
ഏത് ടൈപ്പ് സ്നേക്ക് ആണ് ബീറ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു സ്റ്റെപ്പിലേക്ക് വരാനായിട്ട്. അതേപോലെ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ എത്തിക്കുക. ആ പേഷ്യന്റിനെ ഒരിക്കലും ഉറങ്ങാൻ അനുവദിക്കരുത്. നമ്മൾ കടത്തി ഒന്നും കൊണ്ടുപോകരുത്. ഒരു പേഷ്യന്റ് പെട്ടെന്ന് കടത്തി കൊണ്ടുപോകരുത്. എന്ന് വെച്ചാല് സ്ലീപ്പ് നമ്മള് ഫുൾ പൊസിഷൻ കടത്തി കൊണ്ടുപോകരുത്. അപ്പൊ എന്താ വെച്ചാൽ അങ്ങനെ കടത്തി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ബോഡിയിലേക്ക് പോയിസൺ കയറാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് ഒരുക്കി കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാനായിരിക്കും നല്ലത്. ടൈറ്റ് ആയിട്ട് ബാൻഡേജ് ചെയ്യുക. ഉറങ്ങാൻ അലോ ചെയ്യരുത്. പേഷ്യന്റിന് നമ്മൾ എന്ത് ചെയ്യരുത്, ഉറങ്ങാനായിട്ട് അലോ ചെയ്യരുത്. ഉറങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ പറയാന്ന് വെച്ചാൽ സാധാരണയായിട്ട് കവിളത്ത് ഇങ്ങനെ അടിച്ചാൽ മതി. നമ്മൾ മുഖത്ത് നന്നായിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് പെട്ടെന്ന് എന്ത് സംഭവിക്കില്ല, ഉറക്കം സംഭവിക്കൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കവിളില് മാറി മാറി എന്ത് ചെയ്യുക, അടിച്ചു കൊടുക്കുക. കാരണം പേഷ്യന്റ് ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താണ് ഈ ഒരു ട്രീറ്റ്മെന്റിനോട് റെസ്പോണ്ട് ചെയ്യണത് എന്തോരം റെസ്പോണ്ട് ചെയ്യണമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇതില് റെസ്പോണ്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക, പേഷ്യന്റ് ഉറങ്ങാണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം. നമ്മളൊരു ടീച്ചറാണ്, അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്കൂളില് ഇങ്ങനെ ഒരു പാമ്പ് കടി ഏറ്റി കഴിഞ്ഞാല്, അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്ത് ആർക്കെങ്കിലും പാമ്പ് കടി ഏറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ ഒരു പേഷ്യന്റിനെ കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ എന്താ പറയാ നമ്മളുടെ പോയിസൺ അതിന് എതിരെയുള്ള ട്രീറ്റ്മെന്റ് ആന്റിവെനം ഉള്ള ഹോസ്പിറ്റലിലേക്ക് നമ്മൾ എത്തിക്കണം. അപ്പൊ അതിന് ആന്റിവെനം ഉള്ള ഹോസ്പിറ്റൽ എവിടെയൊക്കെയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്ത് വെക്കണം. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ അടുത്ത് എവിടെയാണ് ആന്റിവെനത്തിന് ട്രീറ്റ്മെന്റ് ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്ത് എവിടെയാണ് ട്രീറ്റ്മെന്റ് ഉള്ളതെന്ന് നിങ്ങളൊന്ന് നോക്കി വെക്കണം. കാരണം നമ്മൾ ആ ഒരു വെപ്രാളത്തിലും ആ ഒരു ഇതിലും നമ്മൾ പെട്ടെന്ന് നമുക്കത് ഓർമ്മയിൽ വരുന്ന നമ്മൾ ആ ഒരു പേഷ്യന്റിനെ കൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കുകയാണെങ്കിൽ നമുക്ക് ആളെ ജീവിതത്തിലേക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റും. ആ ഗോൾഡൻ അവേഴ്സിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ പേഷ്യന്റിനെ എവിടെ എത്തിക്കണം, ഹോസ്പിറ്റലിൽ എത്തിക്കണം. സോ നമ്മൾ ആന്റിവെനം ഉള്ള ഹോസ്പിറ്റൽ കണ്ടുപിടിക്കാൻ ഞങ്ങളുടെ ഏരിയയില് നോർത്ത് പറവൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ ആന്റിവെനത്തിനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ഉണ്ട്. സോ അപ്പൊ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്താ പറയാ ഹെൽത്തിന്റെ ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് വന്ന ഒരു ഇൻഫർമേഷൻ ആണ് ആന്റിവെനം ഉള്ള ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ ലിസ്റ്റ്. അപ്പൊ ഞാൻ അതിന് ഞങ്ങളുടെ ഏരിയയിലുള്ള ഹോസ്പിറ്റൽസ് ഒക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് ഹെൽത്തിനൊക്കെ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടും. നിങ്ങളത് ഇൻഫർമേഷൻ ജസ്റ്റ് വിടാ അല്ല, മിക്കതും കാര്യമുള്ളതാണെങ്കിൽ അത് റീഡ് ചെയ്ത് നോക്കുക. ഇനി ആന്റിവെനത്തിന്റെ കാര്യം പറഞ്ഞു. നമ്മള് ഇപ്പൊ ഭയങ്കര ചൂടുകാലല്ലേ അല്ലെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, രാത്രി ജനലൊക്കെ തുറന്നിട്ടാണ്ട് കിടക്കും അല്ലെ. അപ്പോ ഞാൻ ഒരു ന്യൂസിൽ വായിച്ചതാണ്, ഇതേപോലെ ചൂട് സമയത്ത് ഒരു കുട്ടി അച്ഛനും കുട്ടികളും കൂടി താഴ്ത്തിറങ്ങി കിടന്നു. ആ സമയത്ത് ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. അച്ഛന് പാമ്പ് ബീറ്റ് ചെയ്തില്ല, കുട്ടീനെ പാമ്പ് കടിച്ചു. അതും വേറെ എവിടെയല്ല, ചുണ്ടത്താണ് കുത്തിയെന്ന്. അപ്പൊ അച്ഛനോട് എന്തോ കടിച്ചെന്ന് കൊച്ചു ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ശ്രദ്ധിച്ചില്ല അവര്. പിറ്റേ ദിവസം രാവിലെ ആണ് ശ്രദ്ധിച്ചത്. പക്ഷെ നമുക്ക് ആളെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റിയില്ല. അത് പോയിസണസ് ആയിട്ടുള്ള സ്നേക്ക് ആയിരുന്നു ബീറ്റ് ചെയ്തിട്ട് ആ കുട്ടീനെ അവർക്ക് രക്ഷപ്പെടുത്താനായിട്ട് പറ്റിയില്ല. അപ്പോ ശ്രദ്ധിക്കണം, ഇതേപോലത്തെ ഇഞ്ചുറീസ് ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതകൾ നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം അവോയ്ഡ് ചെയ്യാം. അതേപോലെ സ്നേക്ക് ബീറ്റ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അവിടെ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ എന്താണ്, പോയിസണസ് സ്നേക്ക് ആണോ നോൺ പോയിസണസ് സ്നേക്ക് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഈ പോയിസണസ് സ്നേക്ക് ബീറ്റ് ചെയ്താലും നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് മുകളിലും താഴെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് ബാൻഡേജ് ചെയ്യുക. എന്നിട്ട് അവർക്ക് നല്ലൊരു എന്താ പറയുക, ഒരു പേടിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല, നമ്മളിപ്പോ തന്നെ ഹോസ്പിറ്റലിൽ എത്തും, വേറെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് വേറെ ആന്റിവെനം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ആവും, വേറെ പ്രശ്നമൊന്നുമില്ല, പോയിസണസ് സ്നേക്ക് ആണോ എന്ന് തന്നെ ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞാൽ ആളെ കൂളാക്കാനായിട്ട് നോക്കാം. പെട്ടെന്ന് ആൾക്കാർക്ക് പെട്ടെന്ന് നമ്മൾ ഷോക്ക്, പെട്ടെന്ന് ഭയങ്കര ടെൻഷൻ ആവും ചില ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം അവരെ കംഫർട്ടബിൾ ആക്കാനായിട്ട് ശ്രമിക്കുക, ഈ പേഷ്യന്റിനെ കംഫർട്ടബിൾ ആക്കാനായിട്ട് നോക്കുക. ഓക്കെ അല്ലേ, മനസ്സിലായോ? അപ്പൊ സ്നേക്ക് ബീറ്റിംഗ് എന്ന് പറയുമ്പോൾ പേടിക്കണ്ട. ഒരാൾ പാമ്പ് കടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തോ കൊടുക്കാൻ പറ്റില്ല, ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് പറ്റൂല. അപ്പൊ നമ്മള് നല്ലൊരു കമ്പാഷൻ ആയിട്ട് മുന്നിട്ട് ഇറങ്ങണം. എന്നിട്ട് ആൾക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ, ആ ടൈമിൽ കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് നമ്മൾ കേപ്പബിൾ ആയിരിക്കണം. ഓക്കെ, ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഓക്കെ, എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉള്ള പോലെ തോന്നി. എനിക്ക് തോന്നിയ പറയണോ കേട്ടോ. ഓക്കെ, അപ്പോ
ഞാൻ സ്നേക് ബീറ്റിംഗിൽ വെച്ച് നിർത്താണ്. നെക്സ്റ്റ് ക്ലാസ്സിലും ഞാൻ ഈ ഫസ്റ്റ് എയ്ഡിന്റെ തന്നെ ചാപ്റ്റർ ആണ് കണ്ടിന്യൂ ചെയ്യണത്. അപ്പൊ ഇന്ന് ഫസ്റ്റ് എയ്ഡ് കിറ്റ് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റാത്ത കുട്ടികൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അവർക്ക് നാളെ ഞാൻ അവസരം തരുന്നുണ്ട്. നാളെയല്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ അവസരം തരുന്നുണ്ട്. അപ്പൊ അവര് എന്തായാലും ഫസ്റ്റ് എയ്ഡ് ബോക്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, എന്നിട്ട് പ്രസന്റ് ചെയ്യണം കേട്ടോ. അൻകിത, എടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അൻകിതനോട്. ഓനെ ലാംഗ്വേജ് കുഴപ്പമില്ലാതെ മനസ്സിലാവുന്നില്ലേ? ഒരു മിനിറ്റ്, എന്തോ ആയി മാം എന്റെ. വാവ എഴുന്നേറ്റാ? ഓ വാവ എഴുന്നേറ്റാ? ഇല്ല ഇല്ല, ഇപ്പൊ പറഞ്ഞ മാം. ഓക്കെ, അപ്പൊ ലാംഗ്വേജ് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളിപ്പോ കൂടുതലായിട്ട് മലയാളത്തിൽ സംസാരിക്കുമ്പോ ലാംഗ്വേജ് കുഴപ്പമില്ലാതെ. ഓക്കെ, ഇപ്പൊ പ്രശ്നമില്ല മാം. ഓക്കേടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണോ കേട്ടോ. ഓക്കെ, നോട്ട് എടുക്കുമ്പോക്കെ നോട്ട് മലയാളത്തിൽ പറയുമ്പോക്കെ പ്രശ്നമില്ലോ. ഓക്കെ, ഇങ്ങനെ ക്ലാസ് എടുക്കുന്നതില് പ്രശ്നമില്ല മാം. ഓക്കെ, ആരെങ്കിലും ഇംഗ്ലീഷിൽ നോട്ട് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ആൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കേടാ, അപ്പൊ സൈൻ ഔട്ട് ആരാ പറയുന്നേ? മിസ്സേ ഒരു അഞ്ജു. ഞാൻ മിസ്സിന്റെ ഒരു അസൈൻമെന്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതിനാണ് എനിക്ക് വന്നത്. ഒരെണ്ണം ഞാൻ ചെയ്യുന്നുണ്ട് മിസ്സിന്, ഇട്ടിട്ടില്ല. എല്ലാരും ചെയ്ത് കഴിഞ്ഞെന്ന് തോന്നണ. ആണോ? ടൈം കഴിഞ്ഞോ? എനിക്കറിയില്ല മിസ്സേ. മോൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് നോക്കട്ടാ. ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ടൈം കഴിഞ്ഞിട്ടുണ്ടാവില്ല, ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ടൈം കഴിഞ്ഞിട്ടുണ്ടാവും. ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ആണോ? അതാണ് തോന്നുന്നു മിസ്സേ. ബാക്കിയൊക്കെ ഞാൻ മിസ് ഫസ്റ്റിലെ പറഞ്ഞതൊക്കെ ചെയ്തായിരുന്നു. എനിക്ക് ഇഞ്ചുറി ചെയ്തതിന് ശേഷമാണ് ഒരെണ്ണം വന്നത്, അതെനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുഴപ്പമില്ല, മിസ്സിനോടൊന്ന് പറഞ്ഞാൽ മതിയടാ കാര്യം. ഓക്കെ മിസ്സേ, താങ്ക് യു. കുഴപ്പമുണ്ടാവില്ല, മോനത് കണ്ടിന്യൂ ചെയ്തോട്ടെ, വേറെ പ്രശ്നമൊന്നുമില്ല. വേറെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ, പക്ഷെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യണം. എന്നിട്ട് റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഓരോ കാര്യങ്ങൾ എടുത്ത് ചെയ്താൽ മതി. ഓക്കേടാ? ഓക്കെ മിസ്സേ, താങ്ക് യു. ഈ ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നൊക്കെ നമുക്ക് ലാസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഇൻസ്പെക്ഷൻ ഉണ്ടോ ഇതിന്റെ? ഇപ്പൊ ഫസ്റ്റ് എയ്ഡ് ബോക്സ് വൈവയുടെ സമയത്ത് നമുക്കത് ആവശ്യം വരും, അതുകൊണ്ടാണ്. ഓക്കെ, വൈവയുടെ സമയത്ത് നമ്മൾ ക്ലാസ് റൂമിൽ ആ ടൈം ആവുമ്പോ പറയാം. ഓക്കെ ഓക്കെ, ഓക്കെ. ഞാൻ സോറി മാം, ഞാൻ ഫസ്റ്റ് എയ്ഡ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഞാൻ ഇതിന്റെയൊക്കെ ആവശ്യം ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ ചെയ്തോളാം. ഓക്കെ, ചെയ്യണോട്ടാ. അത് നമ്മൾ വിചാരിക്കും ഫസ്റ്റ് എയ്ഡ് അല്ലേ അവിടെ ഉള്ളതൊക്കെ വെച്ചിട്ട് അതായാലും മതി. ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. നമ്മുടെ വീട്ടിലുള്ള മെറ്റീരിയൽസ് തന്നെ മതി. പുറത്തുനിന്നൊന്നും വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ പ്രിപ്പയർ ചെയ്തു. ഓക്കെ, സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാനാണ്. പറഞ്ഞോടാ. Good afternoon, ma'am. My name is Demia Thomas. Thank you all for your active participation and engagement in today's class. I hope you found the discussion informative and helpful. Before we conclude, let's quickly review the key takeaways from today's section. Students prepare and present first aid box in the class, and we will discuss the fainting, bleeding, and snake biting. First, identify the poison snake and non-poison snake and apply first aid. Thank you again for your hard work and dedication, and thank you my dear friends, and have a nice day. Thank you, ma'am. Sure.